പടം കിട്ടിലും. ലാലേട്ടന് പെർഫോമൻസ് കിട്ടി. ഓവറോൾ പടം ഒന്നും പറയില്ല. എമ്പുരാന്റെ ക്ഷീണം മാറി, ഒന്നും പറയില്ല. ഉറപ്പല്ല, ഉറപ്പ് 100%. പടം ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ. പിന്നെ ഉറപ്പല്ലേ. എമ്പുരാന്റെ ക്ഷീണം അങ്ങേ മാറി. കുറെ കൊല്ലം നമ്മൾ ഇതുപോലത്തെ സിനിമ കാണാൻ പ്രതീക്ഷിച്ചിട്ട് അതുപോലത്തെ സിനിമയാണ്. അതാണ് ഈ ചങ്കൂർച്ചലും കാണിച്ചത്. അത്രക്ക് അടിപൊളി സിനിമ. മാസ് ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, സോറി റിലേ പോയി പറയാൻ വേണ്ടി, സത്യം പറയല അത്രയ്ക്ക് കിടിലൻ പടമാണ്. ആക്ഷനും രോമാഞ്ചം വരും പറഞ്ഞു. തിയേറ്ററിലെ എല്ലാവരും കയ്യടിയായിരുന്നു. ലാലേട്ടൻ ഇതുപോലെ കയ്യടി ഇടുന്ന സിനിമകൾ ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അടിപൊളിയായിരുന്നു. എമ്പുരാന്റെ ക്ഷീണം തീരാന്ന് വെച്ചാൽ അതുക്കും മേലെ. എമ്പുരാൻ തന്നെ കുറെ കോടികൾ മുടക്കിന്ന് പറയുള്ളൂ. കോടികൾ മുടക്കൊന്നും വേണ്ട. ഇതാണ് പടം. ലാലേട്ടനെ തിരിച്ചിരുന്നത് ഇതാണ്. അഴിഞ്ഞ ആടെന്ന് പറഞ്ഞാൽ അടിപൊളി എന്നാണ്. അടിപൊളി. ലാലേട്ടൻ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഇപ്പോഴാണ് ലാലേട്ടന്റെ അഭിനയം, ആക്ഷൻസ്, ഫാമിലി വർക്കൗട്ട് അടിപൊളി എന്നാണ്. അടിപൊളിയാണ്. ഒരിക്കലും തള്ളാന്ന് വിചാരിക്കരുത്. തള്ളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്നെ ഫേമസ് ആക്കി കളഞ്ഞു. ഒരിക്കലും വന്നല്ല. ആത്മാർത്ഥ അടിപൊളി എന്നല്ലേ. ഹെവി. തീർച്ചയായിട്ടും തരുൺ എന്ന് പറഞ്ഞ ഡയറക്ടർ ബ്രില്യന്റ് ആണ്. ഓരോ ഷോട്ടും അടിപൊളിയാണ്. ഓരോ ഷോട്ടും ഹൃദയത്തിൽ കൊണ്ടുവന്നു. ലാലേട്ടൻ പൊളിച്ചടക്കി. അടിപൊളിയായിരുന്നു. തകർത്തു. ലൈക് എംപുരാനിലൊന്നും അല്ല, ഇതിലാണ് കംപ്ലീറ്റ് ആക്ടർ. ഫാമിലി എല്ലാവർക്കും വന്നതാണ്. സൂപ്പർ. അടിപൊളിയാണ്. മോഹൻലാൽ വിട്ടാണ്. അടിപൊളിയാണ്. കംപ്ലീറ്റ് ത്രില്ലറാണ്. തരുൺ മൂർത്തിനൊന്ന് കെട്ടിപ്പിടിക്കാവുന്നതാണ്. അത്രേ സൂപ്പർ. ഒന്നും പറയില്ല. കണ്ടു. അടിപൊളി പടം. ലാലേട്ടൻ, തരുൺ മൂർത്തി, ഹെഡ്സ് ഓഫ് തരുൺ മൂർത്തി. പെർഫോമൻസ് വേറെ ലെവൽ. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ദാൻ എമ്പുരാൻ. ലാലേട്ടൻ ആക്ഷൻ ഒക്കെ അടിപൊളി, മ്യൂസിക് അടിപൊളി, എല്ലാം എക്സ്ട്രാ ഓർഡിനറി. സ്റ്റോറി ഓസം സ്റ്റോറി. സൂപ്പർ സിനിമ. നല്ല അടിപൊളി സിനിമ. നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടം. ലാലേട്ടൻ തകർത്ത അഭിനയം. അടിപൊളി. എമ്പുരാന്റെ ക്ഷീണന്മാർ 2 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ അഭിനയിച്ച പടം. ലാലേട്ടൻ എല്ലാവരും സൂപ്പർ. അടിപൊളി. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. നല്ല ലാലേട്ടൻ എല്ലാരും അടിപൊളി. എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് ആക്ടിങ് ഒക്കെ ഇട്ടുണ്ട്. ലാലേട്ട ഇതില് എമ്പുരാനെക്കാട്ടി സൂപ്പറാ. ആക്ഷനൊക്കെ സെക്കൻഡ് ಅಂತೂ പറയാനേ ആവില്ല. അത്രയ്ക്ക് സൂപ്പറാ. അടിപൊളിയാ. സൂപ്പറായിട്ട്. ഫാമിലി എല്ലാം മൊത്തത്തോടെ വന്ന് ഫാമിലിയോടെ നോക്കാം. ഫാമിലി എല്ലാരും വന്ന് കാണണം. സെക്കൻഡ് ആയിട്ട് കാണാം. അത്രയ്ക്ക് പൊളിയാ. ഒരു ഫാദറായിട്ട് എങ്ങനെ ഒരു ഇതാക്കണോ എല്ലാം കാണിച്ചിട്ടാണ്. സൂപ്പറായിട്ട്. എമ്പുരാന്റെ ക്ഷീണം തീർത്ത് ഇതിൽ തീർത്ത് ലാലേട്ടൻ എന്ന് പറയല്ല. പെർഫോമൻസ് അടിപൊളി. തകർത്തു. കംബാക്ക് എന്ന് പറയല്ല. കംബാക്ക് പിന്നല്ലേ ഒന്നും പറയല്ല. നിങ്ങളൊന്നും പക്ഷെ ഞങ്ങള് എപ്പോഴും പൊട്ടപ്പടമായിരുന്നു. പക്ഷെ ഈ ഫാമിലി പീക്ക് പെർഫോമൻസ് പോലെ അല്ല. ഒരു ലൂസിഫർ അതെല്ലാം കഴിഞ്ഞിട്ട് പെർഫോമൻസ് കൊണ്ട് രോമാഞ്ചം കൊണ്ട ഒരു പടം. ഇതാ ഒരു സീനുണ്ട്, ഒരു ബാത്റൂമിൽ സീനുണ്ട്. കണ്ട് ആക്ഷൻസ് ചേട്ടാ താന്നിട്ടില്ല. ഇപ്പോഴും താന്നിട്ടില്ല. അതുപോലെ എല്ലായിട്ടോടുകൂടി അവസാനിക്കും. അയാൾ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അയാൾ ഭരിക്കും. അഴിഞ്ഞ ആടിയാണ്. ഇനി ഒന്നുമില്ല എനിക്കുള്ളിൽ പറയാൻ. അമ്മാതിരി പെർഫോമൻസാ ഒറ്റക്ക്. പിന്നെ താങ്ക്സ് ടു തരുൺ മൂർത്തി. അയാൾക്ക് വലിയൊരു താങ്ക്സ്. അയാൾ ഇതേപോലെ ഒരു പടം പുള്ളിനെ കൊണ്ട് ജയിച്ചിരുന്നു. തീ പാറി. ഇനി ടിക്കറ്റ് കിട്ടിയല്ല. പക്കാ ത്രില്ലർ. നല്ല മൂവി. ഇമോഷൻ, സസ്പെൻസ്. ലാലേട്ടൻ കലക്കി. പഴയ ലാലേട്ടൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നണം. സെക്കൻഡ് ഹാഫ് ആയപ്പോ നല്ല ഇൻട്രസ്റ്റിംഗ്. ഫാമിലിക്കും കാണാം. ആക്ഷൻ, ത്രില്ലർ എല്ലാം ഉണ്ട്. എല്ലാം ചേർന്ന മൂവി. ഇമോഷനിലും ഉണ്ട്. ശരി.